പശ്ചിമേഷ്യയിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതിനെ തുടർന്ന് അമേരിക്കൻ നാവികസേന നേരിടുന്ന രൂക്ഷമായ മാനസിക ശാരീരിക പ്രതിസന്ധികളെ തികഞ്ഞ നിസ്സംഗതയോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഴ്ചകളോളം നീണ്ട തുടർച്ചയായ സേവനത്തിന് ശേഷം USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ സൈനികരുടെ ആരോഗ്യനില വഷളായെന്നും കപ്പലിലെ വിന്യാസം നിശ്ചിത സമയത്തിലും നീണ്ടുപോയെന്നുമുള്ള ആശങ്കകളെയാണ് ട്രംപ് പരസ്യമായി തള്ളിക്കളഞ്ഞത്. ഈ നിലപാട് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾക്കിടയിലും നാവികരുടെ കുടുംബങ്ങൾക്കിടയിലും കടുത്ത അമർഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇല്ല, തീരെ പോരാ, ആവശ്യമുള്ളത്ര സമയമായിട്ട് കൂടിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പെട്ടെന്നുള്ള മറുപടി. വിമാനവാഹിനി കപ്പലിലെ കടുത്ത സേവന സാഹചര്യങ്ങളെക്കുറിച്ചും സൈനികരുടെ മാനസിക നില തകരുന്നതിനെ കുറിച്ചുമുള്ള ആശങ്കകളെ പൂർണ്ണമായും നിസ്സാരവൽക്കരിക്കുന്നതായിരുന്നു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ഇത്തരം പ്രസ്താവനകൾ. മധ്യപൂർവേഷ്യൻ മേഖലയിലെ രൂക്ഷമായ സൈനിക ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് USS എബ്രഹാം ലിങ്കൺ മാസങ്ങളോളമായി അവിടെ നിലയുറപ്പിച്ചത്. സാധാരണ വിന്യാസ കാലയളവിനേക്കാൾ കൂടുതൽ സമയം കപ്പലിനും അതിലെ ആയിരക്കണക്കിന് നാവികർക്കും കടലിൽ കഴിയേണ്ടി വന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവും സപ്ലൈ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയതായി വാർത്തകൾ പുറത്തുവന്നു. ഭക്ഷണ വിതരണം മുതൽ ദിവസേനയുള്ള ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയിൽ വരെ തടസ്സങ്ങൾ നേരിട്ടതായി നാവികരിൽ ചിലർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഈ വാർത്തകളെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന നിലപാടാണ് ട്രംപ് ഭരണകൂടത്തിലെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് സ്വീകരിച്ചത്. കപ്പലിലെ സാഹചര്യങ്ങൾ മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ഹെഗ്സെറ്റ് അവകാശപ്പെട്ടു. നാവികസേനയുടെ ഔദ്യോഗിക വൃത്തങ്ങളും ഇതേ നിലപാടാണ് ആവർത്തിച്ചത്. USS എബ്രഹാം ലിങ്കണിലെ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണതയോ കടുത്ത മാനസിക വൈകല്യങ്ങളോ വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നാണ് നാവികസേന പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. തങ്ങളുടെ ജീവൻ പണയം വെച്ച് സേവനമനുഷ്ഠിക്കുന്ന സൈനികരുടെ കഷ്ടപ്പാടുകളെ വകവെക്കാതെയുള്ള ട്രംപിന്റെ ഇതൊന്നും പോരാ എന്ന പരാമർശം സ്വന്തം സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ദീർഘകാലം കടലിൽ കഴിയേണ്ടി വരുന്നത് കാരണം സൈനികർ നേരിടുന്ന ആഘാതം അമേരിക്കൻ സൈന്യത്തിന് പുതിയൊരു പ്രതിസന്ധിയല്ല. എങ്കിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായ 2026 തുടർച്ചയായ പോരാട്ട നീക്കങ്ങൾ കപ്പലുകളിലെ സേവനാന്തരീക്ഷം അത്യന്തം ദുസ്സഹമാക്കി മാറ്റി. നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നുണ്ട്. സൈനികരെ സമയബന്ധിതമായി തിരികെ വിളിക്കാത്തതും പകരക്കാരെ എത്തിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസവും നാവികസേനയുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്ന് ചില മുൻ സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ സൈന്യത്തിന് നേരെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണികളും ഇറാന്റെയും മറ്റ് പ്രാദേശിക സംഘങ്ങളുടെയും കടുത്ത വെല്ലുവിളികളും ഈ വിമാനവാഹിനി കപ്പലുകളിലെ നാവികരെ നിരന്തരമായ ഭയത്തിന്റെ മുനമ്പിലാണ് നിർത്തിയത്. സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങളിൽ സേവന കാലാവധി കഴിഞ്ഞ കപ്പലുകളെ കരയിലേക്ക് തിരികെ വിളിക്കുകയാണ് പതിവ്. എന്നാൽ USS എബ്രഹാം ലിങ്കണിന് പകരം മറ്റൊരു കപ്പലെത്തിക്കാൻ സമയമെടുക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്കുള്ള കാരണം. നാവികരുടെ കുടുംബങ്ങളും ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാസം തികഞ്ഞിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ നാട്ടിലെത്തിക്കാൻ തയ്യാറാക്കാത്ത ഭരണകൂടം അവരുടെ ത്യാഗത്തെ കളിയാക്കുക കൂടി ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈനികരുടെ ക്ഷേമം എപ്പോഴും നിർണായകമായ ഒരു ചർച്ചാ വിഷയമാണ്. ആഗോള ശക്തിയായി അമേരിക്ക നിലനിൽക്കുന്നത് തങ്ങളുടെ സൈനികരുടെ കരുത്തിലാണെന്ന് പ്രഖ്യാപിക്കാറുള്ള ഒരു ഭരണകൂടത്തിന് സ്വന്തം നാവികരോട് കാണിക്കുന്ന ഈ നിലപാട് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കപ്പലിലെ വിഭവങ്ങളുടെ കുറവും സാങ്കേതിക തകരാറുകളും സൈനികരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തുടർച്ചയായി കടലിൽ കഴിയുന്നത് കപ്പലുകളുടെ അറ്റകുറ്റപ്പണികളെ പോലും ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. USS എബ്രഹാം ലിങ്കൺ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ ട്രംപ് ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾ അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ വലിയൊരു കറയായി മാറുകയാണ്. സ്വന്തം പടയാളികളുടെ മാനസികാരോഗ്യത്തെയും ക്ഷേമത്തെയും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ട്രംപിന്റെ നിലപാട് പശ്ചിമേഷ്യൻ സൈനിക വിന്യാസത്തിലെ അമേരിക്കയുടെ ആഭ്യന്തര പ്രതിസന്ധികളെയാണ് ലോകത്തിന് മുൻപിൽ തുറന്നു കാണിക്കുന്നത്.